സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഹമാസിന്റെ ഏറ്റവും പ്രബലമായ മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് പുഴ മുതൽ കടൽ വരെ എന്നത്. പുഴ മുതൽ കടൽ വരെ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ സീ വരെ ഉള്ള പ്രദേശം അത് പൂർണ്ണമായും പാലസ്തീനികളുടേതായി മാറും. അങ്ങനെ ഒരു പാലസ്തീൻ രാഷ്ട്രം, പുഴയുടെയും കടലിന്റെയും ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാലസ്തീൻ രാജ്യം സ്ഥാപിച്ചിട്ടേ തങ്ങൾ അടങ്ങുകയുള്ളൂ എന്ന മുദ്രാവാക്യത്തോടെയാണ് ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന സ്ഥാപിതമായത്. പുഴ എന്ന് പറയുന്ന ജോർദാൻ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം. ആ രാജ്യത്തിന്റെയും ഇസ്രായേലിന്റെയും ഇടയിൽ വളരെ നീളത്തിൽ കിടക്കുന്ന ഈ പുഴയാണ് ജോർദാൻ നദി എന്ന് പറയുന്നത്. ഇസ്രായേൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇസ്രായേൽ മാപ്പെടുത്ത് നോക്കിയാൽ കാണാം. ജോർദാന്റെ കിഴക്ക് ഭാഗത്ത് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നീണ്ടു കിടക്കുന്ന, ഗലീൽ കടലിലൂടെയൊക്കെ നീണ്ടു കിടക്കുന്ന ആ നദിയാണ് ജോർദാൻ നദി എന്ന് പറയുന്നത്. അപ്പൊ ആ നദി മുതൽ ഈ കടൽ വരെ, അപ്പൊ അതിനിടയിൽ ഇസ്രായേൽക്കാരെ ഉന്മൂലനം ചെയ്യും എന്നാണ് വ്യംഗ്യാർത്ഥമായി അവർ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽക്കാർ താമസിക്കുന്ന ഈ റീജിയനിലാണ്, ഈ പുഴ മുതൽ കടൽ വരെയുള്ള റീജിയനിലാണ് ഇസ്രായേൽക്കാരുടെ പ്രസൻസ് ഉള്ളത്. അതിന്റെ ഇടയിലാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പാലസ്തീനികൾക്കായി ഇയർമാർക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥലം. പക്ഷെ വെസ്റ്റ് ബാങ്കിൽ ധാരാളം 7 ലക്ഷത്തോളം യഹൂദരെ ഇപ്പോൾ അധിവസിക്കുന്നുണ്ട്. കൂടാതെ പുതിയ സെറ്റിൽമെന്റ് വരുന്നു. അത് പിന്നെ ഗാസയും, ഈ ഗാസയും അതിനകത്ത് വരുന്നതാണ്. ബാക്കിയുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പ്രദേശങ്ങളൊക്കെ ഇൻ ബിറ്റ്വീൻ ഈ പുഴയ്ക്കും കടലിനും ഇടയിൽ വരുന്നതാണ്. അപ്പൊ ഈ പുഴയുടെയും കടലിന്റെയും ഇടയിലുള്ള ഇന്ന് അവിടെ അധിവസിക്കുന്ന മുഴുവൻ ഇസ്രായേൽ ജനത്തെയും ഉന്മൂലനം ചെയ്തിട്ട് അവിടെ പാലസ്തീനികളുടേത് മാത്രമാക്കി തീർക്കും എന്നതാണ് ഹമാസിന്റെ അതിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ. അപ്പൊ ആ സ്ഥാപിത ലക്ഷ്യം പുഴ മുതൽ കടൽ വരെ എന്നത് ഏകദേശം നടക്കാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ പുഴ മുതൽ കടൽ വരെ ഹമാസിന്റെ സ്വന്തമാവുകയല്ല ചെയ്യുന്നത്. പുഴ മുതൽ കടൽ വരെ ഇസ്രായേലിന്റെ സ്വന്തമായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു ഉദ്ദേശം ചെറിയൊരു വ്യത്യാസം വന്നേ ഉള്ളൂ. ഹമാസ് ഇല്ലാത്ത ഒരു പ്രദേശം ഈ പുഴ മുതൽ കടൽ വരെ സ്ഥാപിതമാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയല്ല, അതിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ ഇസ്രായേലിന്റെ മിലിറ്ററി സ്പോക്സ് പേഴ്സൺ ബ്രിഗേഡിയർ ജനറൽ എഫി ഡാഫ്രിൻ പറഞ്ഞത് യുദ്ധത്തിന്റെ അടുത്ത മുഖം തുടങ്ങിയെന്നാണ്. അവർ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. യുദ്ധത്തിന്റെ അടുത്ത മുഖം തുടങ്ങി. ഗാസ പൂർണ്ണമായും പിടിച്ചടക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഗാസ സിറ്റിയിലേക്ക്, ഡീപ്പർ ഇൻടു ദ സിറ്റിയിലേക്ക് ഇസ്രായേൽ സേന പ്രവേശിക്കുകയാണ്. അപ്പം ഇന്റർനാഷണൽ ക്രൈയൊക്കെ ഇതിന് എഗനസ്റ്റ് ആയിട്ട് ഹമാസിന്റെ വാർത്താ പ്രചരണ പദ്ധതി കൊണ്ട്, അല്ലെ വാർത്താ പ്രചരണ പദ്ധതിയിലെ വിജയം കൊണ്ട് എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, വെടിനിർത്തുക, വീട്ടിൽ പോയിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ ആഹ്വാനം ചുട്ടുകളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സംഗതികൾ വന്നിരുന്നു. ഇതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ, കൂടാതെ ഇപ്പൊ ഇസ്രായേലും ഖത്തറും കൂടി ഒരു ചെറിയ സമാധാന നീക്കം നടത്തിയ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. ആ വിഷയത്തിനും ഒരു പരിഗണനയും കൊടുക്കാതെ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള സൂചനയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം പട്ടാളം യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അവരത് പിൻവലിക്കാനൊന്നും പോകുന്നില്ല. ദേ ഹാവ് സ്റ്റാർട്ടഡ്, അവർ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ കനത്ത ആക്രമണവുമായി അവർ ഗാസ സിറ്റിയെ വളഞ്ഞ്, ഗാസ സിറ്റിയുടെ ആ റേഡിയസ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരണം. എല്ലാ ഭാഗത്തുനിന്നും ഉള്ളിലേക്ക് വരികയാണ്. അപ്പൊ ഇതിനകത്ത് ഈ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാവുന്ന പ്രദേശങ്ങളിലെ ആളുകളെ അവർ തെക്കൻ ഗാസയിലേക്ക്, ഖാൻ യൂനിസ് പോലുള്ള പ്രദേശങ്ങളിലേക്ക് ഒഴിപ്പിച്ചു മാറ്റുകയാണ്. അപ്പൊ ഈ അങ്ങനെ ആളുകളെ മൊത്തം ഒഴിപ്പിച്ച് കുറേശ്ശെ പ്രദേശങ്ങളായി പിടിച്ചെടുത്ത് ആളുകളെ അവിടുന്ന് ഒഴിപ്പിച്ച്, ബലമായി തന്നെ ഒഴിപ്പിച്ച് ആ ഏരിയ ക്ലീനാക്കി എടുത്ത ശേഷം അവിടെ ഹമാസിന്റെ പ്രസൻസ് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് മിലിറ്ററി ഉദ്ദേശിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഇതിന് ധാരാളം ആളുകൾ ആവശ്യമുണ്ട്. പട്ടാളത്തിൽ ഇത് ടാങ്ക് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരം എക്യുപ്മെന്റ് കൊണ്ടോ ചെയ്യാവുന്ന ഒരു യുദ്ധമല്ല. ടാങ്കൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനേക്കാളേറെ ഇത് ഭൂമിയിലൂടെ പോയി ഓരോ ഇഞ്ച് പ്രദേശവും അരിച്ചു പെറുക്കി ചെയ്യേണ്ട സംഗതിയാണ്. അപ്പം ഫോഴ്സ് കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ റിസർവിലുള്ള 60,000 പട്ടാളക്കാരെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. റിസർവിലുള്ള പട്ടാളക്കാരെന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദം ആർ റിട്ടയർഡ്. പട്ടാളത്തിൽ സേവനം അവസാനിപ്പിച്ചു കഴിഞ്ഞ ആളുകളെയാണ് ഈ റിസർവ്സ് എന്ന് വിളിക്കുന്നത്. അതിന് മുമ്പുള്ള ആളുടെ കോൺസ്ക്രിപ്റ്റ്സ് എന്ന് പറയും. അതായത് ചെറുപ്പക്കാരായിട്ട് 18 വയസ്സാവുന്ന സമയത്ത് മിലിറ്ററിയിൽ എൻറോൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ എൻറോൾ ചെയ്ത ആളുകളെ കോൺസ്ക്രിപ്റ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കോൺസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്ന ആൾക്ക് പരിചയം കുറവാണ്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകളെ മുൻനിരയിൽ വിട്ടു കഴിഞ്ഞാൽ ഹെവി കാഷ്വാലിറ്റി അല്ലെങ്കിൽ പട്ടാളത്തിന് കൂടുതൽ മരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസർവ് പട്ടാളക്കാരെ കൂടുതലായിട്ട് വിളിക്കുന്നത്. ഇപ്പൊ പട്ടാളത്തിൽ കൂടുതലായിട്ടുള്ളത് കോൺസ്ക്രിപ്റ്റുകളാണ്. അപ്പൊ അവരെ മുന്നിൽ നിന്ന് നയിക്കുവാൻ വേണ്ടി റിസർവ് സൈന്റിസ്റ്റുകളെ അടിയന്തരമായി വിളിച്ചിരിക്കുകയാണ്. കൂടാതെ ഒരു 20,000 പേരെ കൂടി ഉടനെ വിളിക്കേണ്ടി വരും എന്നാണ്
പട്ടാള മേധാവിയിൽ നിന്ന് ഗവൺമെന്റിന് പോയിട്ടുള്ള മെസ്സേജ് എന്ന് വേണം വിചാരിക്കാൻ. അപ്പൊ അതിന്റെ ഈ ഒരു പ്രോസസ്സ് 5 മാസം എടുക്കുമെന്നാണ് മിലിറ്ററി ചീഫ് അവരുടെ മന്ത്രിസഭയെ ധരിപ്പിച്ചത്. അപ്പൊ നെതന്യാഹു ഇത് 5 months വരെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. അതിന് മുമ്പുള്ള ഒരു പ്രോസസ്സ് ഒരു 3 മാസം പരമാവധി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ 90 ദിവസം എടുത്തുകൊണ്ട് ഈ ഗാസ സിറ്റി പൂർണ്ണമായും ഒഴിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് നെതന്യാഹു പ്രകടിപ്പിച്ച താല്പര്യമെന്നും പറയുന്നുണ്ട്. മീഡിയേറ്റേഴ്സിന്റെ പ്രപ്പോസലിനോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്രഷറിനോ അശേഷം വഴങ്ങുകയില്ല എന്ന കൃത്യമായ സൂചനയാണ് നെതന്യാഹു ഇതുവഴി നൽകുന്നത്. അവർ പൂർണ്ണമായിട്ടും ഗാസ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിനിടയിലൂടെ വെസ്റ്റ് ബാങ്കില് നമുക്കറിയാം, വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് പാലസ്തീനു വേണ്ടി ഇയർമാർക്ക് ചെയ്ത ഏരിയ ഒക്കെയാണ്. പക്ഷെ ആ ഏരിയ പിന്നീട് ഇസ്രായേൽ കൈയടക്കി വെച്ചു. അപ്പൊ അതിനിവേശിത വെസ്റ്റ് ബാങ്ക് എന്നൊക്കെ, അല്ലെങ്കിൽ ഇസ്രായേൽ അധിനിവേശം എന്നൊക്കെയാണ് നമ്മുടെ പത്രങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതിനിവേശിത വെസ്റ്റ് ബാങ്ക് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കയ്യിലാണ്. അപ്പൊ അതിൽ നമ്മൾ അതിന്റെ ABC ഏരിയകളെ കുറിച്ചൊക്കെ മുൻ വീഡിയോകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഇസ്രായേലിന് പരിപൂർണ്ണ നിയന്ത്രണമുള്ള 60% ഏരിയ ഉണ്ട്. പരിപൂർണ്ണ നിയന്ത്രണം ഇസ്രായേലിനാണ്. ഒരു 20% താഴെയുള്ള ഏരിയ മാത്രമാണ് പാലസ്തീനികൾക്ക് നിയന്ത്രണമുള്ള ഏരിയ ഉള്ളത്. ബാക്കിയുള്ള 20% ഇസ്രായേലിനും പാലസ്തീനികൾക്കും കമ്പൈൻഡ് ആയിട്ട് നിയന്ത്രണമുള്ള ഏരിയയാണ്. അപ്പം ഈ ഏരിയകളിലേക്ക് പുതിയ കുടിയേറ്റക്കാരെ അല്ലെ പുതിയ ഇസ്രായേലികളെ കൊണ്ട് താമസിപ്പിക്കരുത് എന്നൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പൊ അണ്ടർസ്റ്റാൻഡിംഗിന് വിരുദ്ധമായി ഏകദേശം 3600 ഭവനങ്ങൾ ഇസ്രായേൽ ഈ വെസ്റ്റ് ബാങ്കിൽ പണിയുന്നു. അതിനുള്ള അനുമതിയും മന്ത്രിസഭ നൽകിയതായിട്ട് ഈ ദിവസങ്ങൾ വാർത്തയുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെയും ഒക്കെ ഈ ഇന്റർനാഷണൽ ക്രൈ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്രഷർ എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പിൽ നിന്നൊക്കെയുള്ള നേതാക്കന്മാർ ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നുണ്ട്. കാരണം അവരുടെ നാട്ടില് അധിവസിക്കുന്ന ഈ അറബികള്, കുടിയേറിയ അറബികളെ തൃപ്തിപ്പെടുത്തി നിർത്തിയില്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഈ അറബികൾ ചെയ്തു കളയുമോ എന്നുള്ള ഭയത്തിൽ നിന്ന് ഇവരിറക്കുന്ന പ്രസ്താവനകളാണ്. ഈ പ്രസ്താവനയ്ക്കൊന്നും വിലയില്ല. മിക്കവാറും ടെലിഫോണിൽ വിളിച്ചിട്ട് അടിയിൽ കൂടെ നെതന്യാഹു വിളിച്ച് പറയണ്ടാവും, ഞങ്ങൾ ഇങ്ങനെ കരയുന്നത് ഇവിടെ കുടിയേറി പാർക്കുന്ന അറബികളെ പേടിച്ചിട്ടാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നടത്തിക്കോളൂ, ഞങ്ങൾ ഈ പറയുന്നത് ശ്രദ്ധിക്കേണ്ട എന്നൊരു പക്ഷേ ടെലിഫോണിലൂടെ മെസ്സേജ് വരുന്നുണ്ടാവാം. അപ്പൊ എന്തായാലും ശരി, നെതന്യാഹു അവിടെ പുതിയ സെറ്റിൽമെന്റുകൾ 3600 സെറ്റിൽമെന്റുകൾക്കുള്ള അനുമതി നൽകിയിട്ടുണ്ട്. കൂടാതെ ഗാസയിലേക്ക് പട്ടാളം അതിശക്തമായ ആക്രമണത്തിലൂടെ ഗാസ സിറ്റി ടേക്ക് ഓവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിയുകയും ചെയ്തു. അപ്പൊ ഈ പുഴ മുതൽ കടൽ വരെ ഉള്ള റീജിയനിൽ നിന്ന് എന്തായാലും ഹമാസ് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും എന്ന കാര്യം ഉറപ്പായി. അപ്പൊ ഹമാസിന്റെ മുദ്രാവാക്യം നടക്കും, പുഴ മുതൽ കടൽ വരെ തന്നെയാണ്. പക്ഷെ പുഴ മുതൽ കടൽ വരെ എന്നുള്ളത് ഹമാസ് ഇല്ലാത്ത ഏരിയ ആയി മാറും എന്നാണ് ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്ന കാര്യം.